ഹലോ. അപ്പോൾ നമുക്ക് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കോഴ്സസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ന കോഴ്സസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. ഫീസിൻ്റെ കാര്യങ്ങളും നമ്മൾ പറയും, സബ്ജക്ട്സ്, പിന്നെ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് UG നമുക്ക് പറയാമല്ലോ, എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതാവും. ഇപ്പോൾ UG പ്രോഗ്രാംസ്, ഭാരതിദാസൻ്റെ ചെയ്യുന്ന UG പ്രോഗ്രാംസ് ഇത്ര പ്രോഗ്രാംസാണ് വരുന്നത്. BSc കെമിസ്ട്രി വരുന്നുണ്ട്, ഫിസിക്സ് ഉണ്ട്, BSc ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, BSc IT, BSc മാത്സ്, BSc ജോഗ്രഫി, BCA, BLIS, BA ഇക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BA തമിഴ്, BA ലിറ്ററേച്ചർ തമിഴ്, BCom ബാങ്കിങ് മാനേജ്മെൻറ്റ്, BBA. ഇത് ഇയർ വൈസാണ്, നോൺ സെമസ്റ്റർ ആണെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ബാക്കിപ്പോൾ MBA ഒക്കെ സെമസ്റ്ററാണ്. പക്ഷേ ഭാരതിദാസനിൽ മറ്റേ UG PG കോഴ്സസ് എല്ലാം നോൺ സെമസ്റ്ററാണ് വരുന്നത്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രത്യേകിച്ച് അങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പോൾ BA തമിഴ് അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ A പാസ് ഇൻ ഹയർ സെക്കൻഡറി മതി. ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിനൊക്കെ. പിന്നെ BComനാണെങ്കിലും ഏറെക്കുറെ അതൊക്കെ മതി. തമിഴ് ആൻഡ് ഇംഗ്ലീഷ് മീഡിയം വരുന്നുണ്ട് കേട്ടോ. തമിഴ് ആവശ്യമില്ല, നമുക്ക് ഇംഗ്ലീഷ് മതി, മലയാളം ഇല്ലല്ലോ. ഇനി മാത്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കണമെങ്കിലാണ് കെമിസ്ട്രി കോർ സബ്ജക്റ്റ് പഠിക്കണം. BSc മാത്സ് പഠിക്കണമെങ്കിൽ കോർ സബ്ജക്റ്റ് പഠിക്കണം. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് കോർ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. ബോട്ടണി ആണെങ്കിൽ ബയോളജി വിത്ത് കെമിസ്ട്രി പഠിക്കണം. സുവോളജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആസ് വൺ ഓഫ് ദ കോർ സബ്ജക്റ്റ്. ജോഗ്രഫിയുടെ പറയുന്നത് ജോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ്, ITക്ക് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഓർ മാത്തമാറ്റിക്സ് ആസ് ദ കോർ സബ്ജക്റ്റ് വരുന്നുണ്ട്. BLIS ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി UG ഡിഗ്രി 10ഉം +2ഉം കഴിഞ്ഞിട്ട് UG ഡിഗ്രിയുടെ പറയുന്നുണ്ട്. BCom ബാങ്ക് മാനേജ്മെൻറ്റിൻ്റെ പറയുന്നുണ്ട് കേട്ടോ. കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി വരുന്നുണ്ട്. 20% ഓഫ് സീറ്റ് മേ ബി റിസർവ്ഡ് ഫോർ വൊക്കേഷണൽ സ്ട്രീം. The candidate who has passed a diploma in commerce or modern office practice of equivalent awarded by Directorate of Technical Education. ലാറ്ററൽ എൻട്രി കിട്ടിയവർക്കും അങ്ങനെയുള്ളവർക്ക് കുറച്ച് 20% സീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട സാധാരണ നമുക്ക് കൊമേഴ്സ് പഠിച്ച BComന് കൊമേഴ്സ് പഠിച്ച ആളുകളുണ്ടാവുമല്ലോ അവർക്ക്. അപ്പം ഇതാണ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ BComൻ്റെ കോഴ്സസ് അതിൻ്റെ എലിജിബിലിറ്റി. BCom അല്ല, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഇനി സിലബസ് നോക്കുമ്പോൾ ഇത് തമിഴാണ്. പിന്നെ ഇക്കണോമിക്സ് ആണെങ്കിലും ഇയർ വൈസാണ് വരുന്നത് അല്ലേ, ഇയർ വൈസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 6 സബ്ജക്റ്റാണ് വരുന്നത് ഒരു വർഷം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എക്സാമൊക്കെ അഡ്മിഷനൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസംബറിലൊക്കെ എക്സാം എഴുതാം. ഇതിൽ കണ്ടോ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്. ഫസ്റ്റ് ഇയർ കുറച്ച് ലാംഗ്വേജ് വരുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ BBAലും വരുന്നുണ്ട്, ലാംഗ്വേജൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഇയറും വരുന്നുണ്ട്. BComനും പ്രോസ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം പ്രോസ് വരുന്നുണ്ട്. ഭാരതിയാറിലൊന്നും അങ്ങനെ വന്നിരുന്നില്ല, ഇതിൽ പക്ഷേ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബാങ്ക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. BSc മാത്സ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. തമിഴ്നാടായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. എക്സാം ഫീസ് നമുക്കൊരു 2500 ആ ഒരു റേഞ്ചൊക്കെ എക്സാം ഫീസ് വരുന്നുള്ളൂ. തമിഴ്നാട് പോയി പരീക്ഷ എഴുതാം. നമുക്ക് പാലക്കാട് ബോർഡറൊക്കെ നോക്കാം, കോളേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ട്രിപ്പ് പോകണമൊക്കെ പോലെ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം. എക്സാമൊക്കെ കുറച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് പാസ്സാവാനുള്ള ലിബറലൊക്കെ ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ അതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ UG കോഴ്സസിനെയാണ് ഇപ്പോൾ പറഞ്ഞു തീർത്തത്. ഇനി നമുക്ക് PG MBA നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്